ശ്രീ സലീം മടവൂർ, അതെ, അതിന് മറുപടിയാണ്. അതായത് ഇവിടെ എന്തിന് CPM ഇത്ര വലിയൊരു ബാധ്യത ചുമക്കുന്നു, ഇത്രയധികം പ്രതിഷേധ സ്വരം ഉയർന്നിട്ടും എന്തിന് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇരകളൊക്കെ ഇത്രയും നാൾ എവിടെയായിരുന്നു? ഇതിനൊന്നും പ്രസക്തിയില്ല. അല്ലാതെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഇത്രയധികം പരാതികൾ വന്നിട്ടും മുകേഷിനെ എന്തിന് സംരക്ഷിക്കുന്നു? ശരി, എനിക്കൊരു 2 മിനിറ്റിന്റെ ഉള്ളിൽ തടസ്സമില്ലാതെ പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. ഒന്ന്, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞത് ഈ ആളുകൾ ആരോപണം ഉന്നയിച്ച ആളുകൾ 15-18 വർഷം മുമ്പ് നടന്ന സംഭവങ്ങൾ, അവർ അന്നും സ്വാധീനമുള്ളവരും ശക്തരുമായ സ്ത്രീ പക്ഷ ആളുകളാണ്, അല്ലെങ്കിൽ ആ രംഗത്ത് ഉയർന്നു വന്ന ആളുകളാണ്. അവർ പരാതിപ്പെട്ടിരുന്നെങ്കിൽ കുഞ്ഞനിയത്തിമാർ ഇത്തരം ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞതിനെ വളച്ചൊടിച്ച്, എന്താ പറയാ, ആടിനെ പട്ടിയാക്കി പട്ടിയെ പട്ടിയാക്കി അതുപോലെ ഒരു ഉദാഹരണം അല്ല, അതുകൂടി ചൂണ്ടിക്കാണിക്കട്ടെ. ഇപ്പോൾ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച നടി, അന്ന് അവർ പീഡനം ഏറ്റുവാങ്ങുമ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടിയായിരുന്നു. അവർക്ക് എവിടെ, എങ്ങനെ, എന്തു പറയണം എന്നു പോലും തിരിച്ചറിയാൻ പറ്റാത്ത പ്രായമായിരുന്നു. അതിനുശേഷം അവരതെല്ലാം ഉള്ളിൽ ഒതുക്കി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് അതിന്റെ നിയമവശങ്ങളും സധൈര്യം പറയാം സമൂഹത്തിന് മുന്നിലേക്ക് എന്നുള്ളതിലേക്ക് എത്തിയത്. ഒരു 18 വയസ്സിനു താഴെയുള്ള പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർക്കത് വന്ന് പൊതുസമൂഹത്തിൽ അവർ എത്ര പ്രബലരായാലും ഒന്നും വരാൻ ധൈര്യപ്പെടില്ല. അതുകൊണ്ടാണല്ലോ സ്ത്രീപക്ഷത്ത് നിയമം എപ്പോഴും സ്ത്രീപക്ഷത്ത് നിൽക്കുന്നത്. അല്ല, പറയട്ടെ, 21 വയസ്സുള്ള ആ കുട്ടിയുടെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞ. 21 വയസ്സ് അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഉത്തരവാദപ്പെട്ട സംവിധാന രംഗത്തൊക്കെ തന്നെ ഉന്നത തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്ന് ആരോപണം വന്നല്ലോ. അവർക്ക് അന്ന് കൃത്യമായി പരാതിപ്പെട്ടിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു, കുഞ്ഞനിയത്തിമാരെ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാ പറഞ്ഞത്. വെച്ചിരുന്നുവെങ്കിൽ ഒരുപാട് കുഞ്ഞനിയത്തിമാരെ രക്ഷിക്കാമായിരുന്നു. ഇനി തുടർന്നും കുഞ്ഞനിയത്തിമാരെ രക്ഷിക്കാമായിരുന്നു. ഈ കുഞ്ഞനിയത്തിമാർ എന്നൊക്കെയുള്ള പദപ്രയോഗം വളരെ നല്ലതാണ് ശ്രീ സലീം മടവൂർ. പക്ഷേ ഇവിടെ ആര് രക്ഷിക്കുന്നു എന്തിന് ഈ ആരോപണ ചരിത്രം പോയി പരിശോധിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇരവാദം. ശ്രീ ഷാജഹാൻ BJPക്ക് വേണ്ടിയാണോ കോൺഗ്രസിന് വേണ്ടിയാണോ ആർക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത് എനിക്കറിയില്ല. അപ്പൊ അദ്ദേഹം ഇവിടെ ഉന്നയിച്ചൊരു അസംബന്ധം, ഞാൻ പറഞ്ഞ അസംബന്ധം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞത്? PJ ജോസഫ് രാജിവെച്ചില്ലേ, നീലലോഹിതദാസൻ നാടാർ രാജിവെച്ചില്ലേ, അതൊക്കെ തന്നെ ഇന്ന് നിയമിക്കാവുന്നതും നാളെ പുറത്താക്കാവുന്നതും മറ്റന്നാൾ വീണ്ടും നിയമിക്കാവുന്നതുമായ മന്ത്രിസ്ഥാനമാണ്. ഒരു കാലത്തും കേരളത്തിന്റെ ചരിത്രത്തിലോ ഇന്ത്യയുടെ ചരിത്രത്തിലോ ആരോപണം വന്ന ഉടനെ ഒരു MLA രാജിവെച്ച പാരമ്പര്യം ഇല്ല, ചരിത്രമില്ല. MLA വീണ്ടും അസംബന്ധം പറയുകയാണ്. അസംബന്ധം പറഞ്ഞത് നിങ്ങളാണ്. അസംബന്ധം പറഞ്ഞത് നിങ്ങൾ എന്താ പറഞ്ഞത്? MLA സ്ഥാനം അസംബന്ധം വീണ്ടും നിങ്ങൾ പറയുകയാണ്. നിങ്ങളൊരു പാർട്ടിയുടെ എന്തോ അഖിലേന്ത്യാ നേതാവായിരുന്നാണ് BJPയുടെ. നിങ്ങൾ എങ്ങനെ അങ്ങനെ ആയി എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പിണറായി വിരോധം അസംബന്ധം മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് വേറെ ഒരു അജണ്ടയും ഇല്ല. നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കടന്നുറങ്ങുന്നത് വരെ ഇടതുപക്ഷത്തെ ചീത്ത പറയാൻ വേണ്ടി മാത്രം നടക്കുന്ന അസംബന്ധം മാത്രം പറയുന്ന ഒരാളാണ് നിങ്ങൾ. നിങ്ങൾ BJPക്ക് വേണ്ടി സംസാരിക്കും, കോൺഗ്രസിന് വേണ്ടി സംസാരിക്കും, ആർക്ക് വേണ്ടി സംസാരിക്കും. എതിർപക്ഷത്ത് ഇടതുപക്ഷമാവണമെന്നേ നിങ്ങൾക്കുള്ളൂ. നിങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പച്ചക്കള്ളല്ലേ? PJ ജോസഫ് MLA സ്ഥാനാണോ രാജിവെച്ചത്? നീലലോഹിതദാസൻ നാടാർ MLA സ്ഥാനാണോ രാജിവെച്ചത്? നിങ്ങൾ എങ്ങനെയാ അതും ഇതും ഒന്നാന്ന് പറയാ? അവര് രാജിവെച്ചത് മന്ത്രിസ്ഥാനമാണ്. അവർക്ക് തിരിച്ചു വരാം. PJ ജോസഫ് മന്ത്രിസ്ഥാനത്ത് തിരിച്ചു വന്നില്ല. പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത്? കളവല്ലേ പറഞ്ഞത്? നിങ്ങൾ ഇത്രയും നേരം എനിക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇനി ഒരു 5 മിനിറ്റ് നിങ്ങൾ മിണ്ടാതെ അവിടെ ഞാൻ പറയുന്നത് കേൾക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ മിണ്ടാതിരുന്ന് കേൾക്കണം. നിങ്ങൾ എനിക്കെതിരെ പറഞ്ഞ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി തരണം. ഞാൻ അവിടെ വ്യക്തിപരമായി എനിക്കത് പറഞ്ഞതിന് എനിക്ക് മറുപടി തരണം. മറുപടി തീർന്നാൽ നിങ്ങൾ പറയാം. എന്റെ മറുപടി തീർന്നാൽ നിങ്ങൾ പറയാം. തീർന്നല്ലോ നിങ്ങളുടെ മറുപടി. ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞതൊന്നും വ്യക്തിപരമല്ല. ഇവിടെ റിപ്പോർട്ട് വ്യക്തിപരമായി എനിക്കെതിരെ പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. എനിക്കെതിരെ പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. ശ്രീ സലീം മടവൂർ ഒരു കാര്യം പറയാൻ തീർത്തു. നിലകൊള്ളുന്നു എന്നുള്ളതിനല്ല പ്രസക്തി. ശ്രീ സലീം മടവൂർ, താങ്കൾ സർക്കാരിന്റെ നയം, നിലപാട് അത് വ്യക്തമാക്കൂ. അതെ, പറയാം.
ഞാനത് പറഞ്ഞല്ലോ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. സർക്കാരിന്റെ നയമല്ല, എനിക്ക് RJDയുടെ ഭാഗത്തു നിന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു സിനിമയുടെ നയരൂപീകരണ സമിതിയിലെ അംഗമായി നിങ്ങൾ ഏത് പാർട്ടിയിലാണെന്ന് ആദ്യം ഒന്ന് പറയണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. സിനിമ നയരൂപീകരണ സമിതിയുടെ അംഗത്വം മുകേഷ് തുടരണമോ എന്നുള്ളത് ഗൗരവമായി ചർച്ച ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തുടരുന്നു പറഞ്ഞു. അതേ സമയത്ത് MLA സ്ഥാനം അത് കുറ്റപത്രം, അത് അയാൾക്ക് രാജിവെക്കാം, അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാം, അതൊക്കെ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ്. MLA സ്ഥാനം അതുപോലെയല്ല, അത് വളരെ വ്യക്തമായ തെളിവ് കിട്ടി കുറ്റപത്രം കൊടുക്കുമ്പോൾ ചെയ്യേണ്ടതാണ്. മറ്റൊന്ന് റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നു, എന്തുകൊണ്ട് പുറത്തുവിട്ടില്ല? കുറ്റപത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഈ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇടുന്നതാണോ, അതല്ല ഗവൺമെന്റിന്റെ കയ്യിൽ കിട്ടി ഗവൺമെന്റ് അന്ന് മുതൽ ഈ മേഖല നിരീക്ഷിക്കുന്നു, ഗവൺമെന്റ് അതിനിടയ്ക്ക് ഗൗരവമായ നിരീക്ഷണം നടത്തുന്നു? ജനങ്ങളെ കയ്യിൽ കിട്ടിയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ജനങ്ങളെ കയ്യിൽ കിട്ടിയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ഇനിയൊന്ന് 5 മിനിറ്റ് അടങ്ങ്. കേരള നിങ്ങൾ അപസ്മാരം ബാധിച്ച പോലെ നിങ്ങൾ ഒന്ന് അടങ്ങി തിരുവരം, മറ്റുള്ളവർ കൂടെ എന്തെങ്കിലും പറയട്ടെ.